നീറ്റ് 2025 ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒഴിവാക്കി. ദൈർഘ്യം 180 മിനിറ്റ് മാത്രം. ആപ്പാർ ID നിർബന്ധമല്ല. നീറ്റ് PG ഓൾ ഇന്ത്യ കോട്ട തേർഡ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. പ്രവേശനം ഫെബ്രുവരി 3 വരെ. ബിറ്റ്സാറ്റ് എൻട്രൻസ് മെയ് ജൂൺ മാസങ്ങളിലായി 2 സെഷൻ ഓൺലൈൻ എക്സാം. അപേക്ഷ ആരംഭിച്ചു. കീം 2024 റീഫണ്ട് നടപടികൾ ആരംഭിച്ചു. ജനുവരി 31 മുൻപ് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണം. JEE മെയിൻ 2025 രണ്ടാമത്തെ സെഷന് ജനുവരി 31 മുതൽ അപേക്ഷിക്കാം. അവസാന തീയതി ഫെബ്രുവരി 24. നീറ്റ് 2025 പരീക്ഷാ ഘടനയിൽ സമൂല മാറ്റം നടപ്പിലാക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഓരോ സബ്ജക്റ്റിലെയും ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒഴിവാക്കി ഇനി മുതൽ ഫിസിക്സ് 45, കെമിസ്ട്രി 45, ബയോളജി 90 എന്നിങ്ങനെ ആകെ 180 ചോദ്യങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. സമയദൈർഘ്യം 3 മണിക്കൂർ മാത്രമായിരിക്കും. neet.nta.nic.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈൻ രജിസ്ട്രേഷന് ആപ്പാർ ID മാൻഡേറ്ററി അല്ല എന്നുള്ള പുതിയ നോട്ടിഫിക്കേഷനും പ്രസിദ്ധീകരിച്ചു. എന്നാൽ ആധാർ കാർഡ് നിർബന്ധമായും അപ്ഡേറ്റ് ചെയ്യുന്നത് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിനും പരീക്ഷ എഴുതുന്നതിനും ഗുണകരമാകുമെന്നും NTA അറിയിച്ചിട്ടുണ്ട്. ആധാർ നമ്പർ, ആപ്പാർ ID, ഡിജി ലോക്കർ ID, പാൻ നമ്പർ, പാസ്പോർട്ട് നമ്പർ എന്നീ ഏതെങ്കിലും ഒരു ID നമ്പർ ഉപയോഗിച്ചാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത്. 2024 നീറ്റ് PG കോഴ്സുകളിലേക്ക് ഓൾ ഇന്ത്യ കോട്ട വഴിയുള്ള ഗവൺമെന്റ് ഡീംഡ് മെഡിക്കൽ കോളേജുകളിലെ PG സീറ്റുകളിലേക്ക് മൂന്നാം ഘട്ട അലോട്ട്മെന്റ് mcc.nic.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. എല്ലാ ഒറിജിനൽ ഡോക്യുമെന്റ്സും സഹിതം ഫെബ്രുവരി 3 പ്രവേശനം പൂർത്തിയാക്കണം. ഇതിൽ പ്രവേശനം നേടിയവരെ ഒഴിവാക്കി കേരളത്തിൽ മൂന്നാം ഘട്ട അലോട്ട്മെന്റ് ഫെബ്രുവരി 5 പ്രസിദ്ധീകരിക്കും. ബിറ്റ്സിന്റെ പിലാനി, ഗോവ, ഹൈദരാബാദ് എന്നീ ക്യാമ്പസുകളിലേക്കുള്ള പ്രവേശനത്തിന് മെയ് 26 മുതൽ 30 വരെയും ജൂൺ 22 മുതൽ 26 വരെയും 2 അവസരങ്ങൾ ഉപയോഗിച്ച് അപേക്ഷിക്കാം. bitsAdmission.com എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിച്ചു. 2 ഓൺലൈൻ പരീക്ഷകൾക്ക് വേണ്ടിയും ഏപ്രിൽ വരെ അപേക്ഷിക്കാം. ഉയർന്ന പെർസെന്റൈൽ സ്കോർ അനുസരിച്ച് പ്രവേശന നടപടികൾ ജൂലൈ 9 ആരംഭിക്കും. 2024 +2 പാസ്സായവർക്കും 2025 വിവിധ ബോർഡ് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കും അപേക്ഷിക്കാം. കീം 2024 പരീക്ഷയുടെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് റീഫണ്ട് നടപടികളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിട്ടുണ്ട്. റിപ്പോർട്ട് കാണാം. 2024-2025 അധ്യയന വർഷത്തെ കീം പ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിച്ച് ഫീസ് ഒടുക്കിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നതിനുള്ള അവസരം നൽകുകയാണ്. വിദ്യാർത്ഥികൾ ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് സബ്മിറ്റ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന മെനു ക്ലിക്ക് ചെയ്ത് അവരവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അക്കൗണ്ട് വിവരങ്ങൾ ശരിയാണെങ്കിൽ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ്. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ രജിസ്റ്റേർഡ് മൊബൈലിൽ ലഭിക്കുന്ന OTP ഉപയോഗിച്ച് മാറ്റങ്ങൾ വരുത്തി സേവ് ചെയ്യേണ്ടതാണ്. ശേഷം കൺഫർമേഷൻ നൽകി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അടങ്ങുന്ന സ്ലിപ്പ് വെബ്സൈറ്റിൽ നിന്നും പ്രിന്റ് ഔട്ട് എടുക്കേണ്ടതാണ്. കൺഫർമേഷൻ നൽകാത്ത വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിച്ചപ്പോൾ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ റീഫണ്ടും നൽകുന്നതാണ്. 31/1/2025 വൈകിട്ട് 5 മണിക്കുള്ളിൽ ഓൺലൈനായി അക്കൗണ്ട് വിവരങ്ങൾ സ്ഥിരീകരിക്കേണ്ടതാണ്. വിദ്യാർത്ഥി നൽകുന്ന ബാങ്ക് അക്കൗണ്ട് വിദ്യാർത്ഥിയുടെയോ രക്ഷിതാവിൻ്റെയോ പേരിലുള്ളതായിരിക്കണം. ഓൺലൈനായി സമർപ്പിക്കുന്ന ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശരിയാണെന്ന് വിദ്യാർത്ഥികൾ തന്നെ ഉറപ്പുവരുത്തേണ്ടതാണ്. JEE മെയിൻ രണ്ടാമത്തെ സെഷന് വേണ്ടിയുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ജനുവരി 31 മുതൽ ഫെബ്രുവരി 24 വരെ നടക്കും. ആദ്യ സെഷൻ എഴുതിയ വിദ്യാർത്ഥികൾ അതേ ആപ്ലിക്കേഷൻ നമ്പറിൽ തന്നെ രണ്ടാമത്തെ സെഷനും അപേക്ഷിക്കണം. എന്നാൽ ആദ്യ സെഷന് അപേക്ഷ സമർപ്പിക്കാത്തവർ പുതിയതായി JEE.nta.nic.in എന്ന വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യണം. ജനുവരി 30 അവസാനിച്ച ആദ്യ സെഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറും റെസ്പോൺസും ഒഫീഷ്യൽ ആൻസർ കീയും ഇമെയിൽ വഴിയും വെബ്സൈറ്റ് വഴിയും എല്ലാ കുട്ടികൾക്കും ലഭ്യമാകും. ഏതെങ്കിലും ക്ലെയിം ഉണ്ടെങ്കിൽ അവയ്ക്ക് ശേഷം ഫെബ്രുവരി 12 പെർസെന്റൈൽ സ്കോർ പ്രസിദ്ധീകരിക്കും. ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുകയാണ്. പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി.